ലൈവ് സ്നിപ്പസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അഗ്നി പരീക്ഷയുടെ 2 എപ്പിസോഡുകൾ വന്നു കഴിഞ്ഞു. 2 എപ്പിസോഡുകളും വിലയിരുത്തുമ്പോൾ അഗ്നി പരീക്ഷയിലെ മത്സരാർത്ഥികളെ മാത്രമല്ല ജഡ്ജസിന്റെ പെർഫോമൻസും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അഗ്നി പരീക്ഷയുടെ ജഡ്ജസായി വന്നിരിക്കുന്നത് അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം എന്നിവരാണ്. 3 പേരിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അഖിൽ മാരാർ തന്നെയാണ്. അഖിൽ മാരാർക്ക് പറയുന്ന കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. മറ്റ് 2 പേരെക്കാളും പോയിന്റ് പറയുന്നതിൽ അഖിൽ മാരാർ മുൻപിൽ തന്നെയാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ വന്ന 20 പേരിൽ മത്സരാർത്ഥികൾ സംസാരിച്ചതിൽ മിക്കവരും പറഞ്ഞത് ഞാൻ സീസൺ 8 കപ്പും കൊണ്ടേ പോകൂ എന്നാണ്. ആ വിഷയത്തിൽ അഖിൽ മാരാരുടെ മറുപടി വളരെ ഇന്റലിജന്റ് ആണ്. അഖിൽ പറഞ്ഞു, ഒരു ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ കപ്പ് നേടണമെങ്കിൽ ആദ്യം എന്തു വേണം? ആദ്യം യോഗ്യതാ മത്സരം വിജയിക്കണം. അതിനുശേഷം മറ്റ് സ്റ്റേജുകളും വിജയിച്ചാൽ മാത്രമേ കപ്പ് കിട്ടുകയുള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലും വലിയ ഒരു ഉദാഹരണവും മോട്ടിവേഷനും മത്സരാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനില്ല എന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജഡ്ജസിൽ അഖിൽ മാരാറാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നതെന്ന് പറയാൻ കാരണം. ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ മറ്റ് ജഡ്ജസ്മാർ സ്കോർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ മാറ്റം വന്നേക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. സീസൺ 8 ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.